അന്ന ഭാഗം 5. ഒരു നിമിഷം അവിടെ മാസകലം നിശബ്ദത നിറഞ്ഞു നിന്നു. ആ നിശബ്ദതയിൽ പോലും അന്നയുടെ ഏങ്ങലുകൾ അലയടിക്കുന്നുണ്ടായിരുന്നു. കണ്ണിൽ നിന്നും അടർന്നു വീഴാൻ മടിച്ച കണ്ണുനീർ തുള്ളികളുടെ മറവിലൂടെ തൻ്റെ മുന്നിൽ രോക്ഷത്തോടെ നിൽക്കുന്ന ഫെലിക്സിനെ അവൾ തിരിച്ചറിഞ്ഞു. അവൻ്റെ ആ നീല കണ്ണുകളിൽ നിറഞ്ഞ അമ്പരപ്പ് പൊടുന്നനെ പകയായി മാറി. പിന്നീട് ഒരു അപരിചിതൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അവളുടെ നേരെ ചീറി. എന്താടി, നിനക്ക് കണ്ണില്ലേ? അതെങ്ങനെ? കെട്ടിയൊരുങ്ങി ആളുകളെ വശീകരിക്കാൻ ഇറങ്ങുന്ന നിനക്കൊക്കെ മുന്നിലൂടെ വരുന്നവരെ കാണാൻ പറ്റില്ലല്ലോ. പൂങ്കണ്ണീരും പൊഴിച്ചു നിൽക്കാതെ മാറി നിൽക്കടി. അലർച്ചയോടെയുള്ള അവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ അവൾ നിശബ്ദയായി. നാവുകൾ ചലനമറ്റതായി. മുൻപെങ്ങോ നിറഞ്ഞു നിന്ന അടങ്ങാത്ത വൈരാഗ്യത്തിൻ്റെ കഥകൾ അവൻ്റെ വാക്കുകളിൽ പ്രതിധ്വനിച്ചു. ചുറ്റുമുള്ളവരെല്ലാം ശ്രദ്ധിക്കുന്നു എന്ന ബോധം ഒരു നിമിഷം അവനെ ദേഷ്യത്തിൽ നിന്നും ഉണർത്തി. അത്രയും പറഞ്ഞ് പുച്ഛത്തോടെ അന്നയുടെ നേർക്കൊരു നോട്ടമെറിഞ്ഞുകൊണ്ട് ഫെലിക്സ് വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നു. ചുറ്റുമുള്ളവർ അന്നയുടെ നേർക്ക് സഹതാപത്തോടെയും ചിലർ പുച്ഛത്തോടെയും നോക്കി. തുടക്കം മുതൽ നടന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല. എങ്കിലും അന്നയുടെ മുൻപിൽ നിന്നും രോക്ഷത്തോടെ നടന്നു നീങ്ങിയ ഫെലിക്സിൽ ലോകേഷിൻ്റെ ദൃഷ്ടി പതിഞ്ഞു. ഫെലിക്സിൻ്റെ വാക്കുകൾ അന്നയുടെ ഹൃദയത്തിൽ 1000 കാരമുള്ളുകൾ കുത്തിയിറക്കുന്നത് പോലെയായിരുന്നു. അവൾ അനുഭവിച്ച വേദനകളുടെ ഒരു അംശം പോലും ഇതെത്തില്ലെങ്കിലും അവൻ്റെ മുഖം അന്നയുടെ ഓർമ്മകളെ വേട്ടയാടി. ഒരു നിമിഷം എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ഡയാന അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. മാളിയേക്കൽ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായ ഫെലിക്സ് മാമനെ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. അകത്ത് പാർട്ടി ഹാളിൻ്റെ വേദിയിൽ നിന്നും ഉയർന്നു കേട്ട ആ വാക്കുകൾ അന്നയിലൊരു ഞെട്ടലുളവാക്കി. അവൾക്ക് ചുവടുകൾ നിലച്ചതുപോലെ തോന്നി. എന്നെ ദ്രോഹിച്ച് ഇനിയും മതിയായി കാണില്ല അയാൾക്ക്. അന്നയുടെ ചിന്തകളിൽ നോവുണർന്നു. ഹോട്ടൽ റിസപ്ഷൻ കൗണ്ടറിൻ്റെ ആളൊഴിഞ്ഞൊരു സോഫയിലേക്ക് അന്നയെ ഡയാന ഇരുത്തി. അവൾ അവളെ ആശ്വസിപ്പിച്ചു. അപ്പോഴും അവളുടെ കണ്ണുനീർ തോർന്നിരുന്നില്ല. എടി, വിഷമിക്കാതെ. അയാൾ അങ്ങനൊരു ടൈപ്പാ. വെട്ടൊന്ന് തുണ്ടന്നുണ്ട്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യ. നീ അത് കാര്യാക്കണ്ട. കരയാതെ കണ്ണു തുറക്ക്. ചുറ്റുമുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നു. ഡയാനയുടെ വാക്കുകൾ അന്നയിൽ യാതൊരു ഭാവമാറ്റവും സൃഷ്ടിച്ചില്ല. പിന്നെ അയാൾ ചെയ്തത് ശരിയായില്ല. ഒരു സ്ത്രീക്കെതിരെ കയ്യോങ്ങി അവളെ പരസ്യമായി മർദ്ദിക്കുന്നതിൽ ആണത്തമെന്ന് ചിന്തിക്കുന്ന ഒരു മുരടനായിരിക്കും അയാൾ. ഡയാന രോക്ഷത്തോടെ തുടർന്നു. പക്ഷെ എനിക്ക് അതല്ല മനസ്സിലാകാത്തത്. ഇത്തരമൊരു നിസ്സാര കാര്യത്തിന് അയാൾ എന്തിനിത്തരത്തിൽ പ്രതികരിക്കുന്നു? എന്തോ വൈരാഗ്യമുള്ളതുപോലെയാണല്ലോ പെരുമാറ്റം. ഡയാനയുടെ സംശയത്തിൻ്റെ യാഥാർത്ഥ്യം അന്നയുടെ മനസ്സിനെ ഭൂതകാല ഓർമ്മകളിലേക്ക് നയിച്ചു. പിന്നെ നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയുന്നതിലും മുകളിലാണ് അയാളുടെ സ്ഥാനം. നിനക്കറിയില്ലേ, അയാളാണ് ഈ കാണുന്ന സാമ്രാജ്യത്തിൻ്റെ എല്ലാം അവകാശി. ഞാൻ പറഞ്ഞിരുന്നില്ലേ നിന്നോട്, നമ്മുടെ MD ആണ്. കൈപ്പത്തി കൊണ്ട് മുഖം മറച്ച് ഡയാനയുടെ വാക്കുകൾക്ക് അവൾ മറുപടി പറയാതെ കേട്ടിരുന്നു. അവൾക്കറിയില്ലല്ലോ ഈ ഒരു ജന്മം കൊണ്ട് അയാൾ എനിക്ക് തന്ന വേദനകൾ. ഡയാന, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ഇവിടെ നിൽക്കാൻ ഇനി എനിക്ക് പറ്റില്ല, അവൾ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. അന്നയുടെ വേദനയെ മനസ്സിലാക്കിയ ഡയാന അവളെയും കൂട്ടി പുറത്തേക്ക് തിരിച്ചു. ടയർ പഞ്ചറായ ഡയാനയുടെ കാറ് മെക്കാനിക്ക് അത് റെഡിയാക്കി കാറിൻ്റെ കീ റിസപ്ഷനിൽ ഏൽപ്പിച്ചിരുന്നു. അത് വാങ്ങി അന്നയുമായി ഡയാന പാർക്കിങ്ങിലേക്ക് നടന്നു. അവിടെ അല്പം ദൂരെ മാറി ലോകേഷുമായി സംസാരിച്ചു നിന്ന ഫെലിക്സിൻ്റെ ദൃഷ്ടികൾ അന്നയിലേക്ക് പതിച്ചു. ഒരു നിമിഷം അന്നയുടെ മിഴികളും ഫെലിക്സിലേക്ക് ഉടക്കി. പകയെരിയുന്ന ആ കണ്ണുകൾ അവളിൽ അസ്വസ്ഥതയുണ്ടാക്കി. ഡയാനയുടെ കാറ് ഹോട്ടലിൻ്റെ ഗേറ്റ് കടന്ന് അന്നയെയും കൊണ്ട് പുറത്തേക്ക് പോയി. ഫെലിക്സിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഉപദേശകനും എല്ലാ തല്ലിപ്പൊളികൾക്കും കൂടെ നിൽക്കുന്ന ഒരാളാണ് ലോകേഷ്. അതുകൊണ്ട് തന്നെയാണ് ലോകേഷിനെ ഇത്രയും ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റിൽ മാളിയേക്കൽ ഗ്രൂപ്പ് ഇരുത്തിയിരിക്കുന്നതും. ഈ സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചയിൽ ഒരു സുപ്രധാന പങ്ക് ഇപ്പോൾ അവനുമുണ്ട്. പക്ഷേ ഫെലിക്സിനെ പോലെയല്ല. ആളൊരു മാന്യനും പരോപകാരിയുമാണ്. പുറമേ കുറച്ച് ഗൗരവമൊക്കെ ഉണ്ടെങ്കിലും നല്ല മനസ്സിൻ്റെ ഉടമയാണ്. വിവാഹമേ വേണ്ട എന്ന നിലപാടാണിതുവരെ. അവൻ്റെ സങ്കല്പത്തിന് പറ്റിയൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയില്ല എന്ന് സാരം. അതുകൊണ്ട് ആൾ ബാച്ചിലറായി നിൽക്കുന്നു. ഫെലിക്സിൻ്റെ അപ്പൻ
മാമൻ ജോർജിൻ്റെ അടുത്ത സുഹൃത്തും വിശ്വസ്തനുമായ ദേവനാരായണൻ്റെ മകനാണ് ലോകേഷ്. പിതാക്കന്മാരുടെ സൗഹൃദത്തിൻ്റെ തുടർച്ചക്കാരെന്ന പോലെയായിരുന്നു ഇരുവരും. ഫെലിക്സിൻ്റെ മനസ്സിൽ ലോകേഷ് അറിയാത്ത ഒരു കാര്യങ്ങളുമില്ല, ഒരു കാര്യമൊഴികെ. അല്ലട ലോകേഷേ, അതാരാടാ ആ പെണ്ണ്? ചുണ്ടിൽ നിന്നും എടുത്ത സിഗരറ്റ് കുറ്റി നിലത്തേക്ക് ചവിട്ടി അരച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഏത്? നീയുമായിട്ട് പാർട്ടി ഹാളിൽ വെച്ച് സംസാരിച്ചതാണോ? അല്ല, എന്തായിരുന്നു അവിടെ നിങ്ങളൊരു കൊച്ചു വർത്തമാനം? ഡയാനയും ഉണ്ടായിരുന്നല്ലോ. ലോകേഷ് ഒരു കള്ളച്ചിരിയോടെ അവനെ നോക്കി. ഏയ്, അത് ഞങ്ങളൊന്ന് കൂട്ടിയിടിച്ചതാ. എനിക്ക് അരിശം കയറി, ഞാനൊന്ന് പൊട്ടിച്ചു. ചുണ്ടിൽ ഗൂഢമായൊരു ചിരിയോടെ വിദൂരത്തിലേക്ക് നോക്കി ഫെലിക്സ് മറുപടി നൽകി. ഓ, നീ അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ തുടങ്ങിയോ? എന്തിനാടാ വെറുതെ? അവളൊരു പാവം കുട്ടിയാ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ജീവിതത്തിൽ. ആ കണ്ണുകളിൽ എപ്പോഴും ഒരു വിഷാദഭാവമാണ്. ലോകേഷ് ഒന്ന് നിർത്തി അനുകമ്പയോടെ തുടർന്നു. മുൻപ് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, ഡിസൈനിങ് ഡിവിഷനിലേക്ക് ഒരു പുതിയ അപ്പോയിൻമെൻറ്റ് വന്നിരുന്നെന്ന്. അന്ന എന്ന ആ കുട്ടിയുടെ പേര്. ആ പേര് കേട്ടതും ഫെലിക്സിൻ്റെ മുഖം രോക്ഷം കൊണ്ട് ചുവന്നു. പെട്ടെന്നുള്ള ഭാവമാറ്റത്തെ മറച്ചുകൊണ്ട് ലോകേഷിന് നേർക്ക് അവൻ ശ്രദ്ധ തിരിച്ചു. വളരെ നല്ല സ്വഭാവമാണ്, കൂടാതെ നല്ല വർക്കഹോളിക്കാണ് ആള്. എന്തിനോടുമുള്ള അവളുടെ ആത്മാർത്ഥത. ഫ്ലോറിസം ഗ്രൂപ്പുമായുള്ള നമ്മുടെ ഡീലിങ്സിൻ്റെ മൊത്തത്തിലുള്ള ക്രെഡിറ്റും അവൾക്കാണ്. ലോകേഷ് വാചാലനായി. ഓ, അവൾ അത്രയ്ക്കും വലിയ സംഭവമാണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഫെലിക്സ് പുച്ഛത്തോടെ ചിറികോട്ടി. എന്താണ് നിനക്ക് പിടിച്ചില്ലേ? പെണ്ണെന്ന വർഗത്തിനോടുള്ള നിന്റെ ഈ പുച്ഛമുണ്ടല്ലോ, അത് മാറുന്നൊരു കാലം വരും. ലോകേഷിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഭൂതകാലത്തിൻ്റെ ചില അനുഭവങ്ങൾ ഫെലിക്സിനെ ഒരു സ്ത്രീവിരോധിയാക്കി മാറ്റി. പെണ്ണിനെ ഒരു ഭോഗവസ്തുവായി മാത്രമേ അവൻ കാണാറുള്ളൂ. ആ വെറുപ്പവൻ നാൾക്കുനാൾ അവൻ്റെ കിടപ്പറയിൽ വന്നു പോകുന്ന ഓരോ സ്ത്രീയോടും അവൻ തീർക്കാറുണ്ട്. എന്താണ് മോനെ ലോകേഷേ, ഒരു 11 kV ലൈൻ വലിക്കുന്നത് പോലെ ഉണ്ടല്ലോ. അവളെപ്പറ്റിയുള്ള നിന്റെ വർണ്ണനകൾക്ക് നല്ല ഭംഗി. അങ്ങനെയെങ്ങാനും ആണെങ്കിൽ മോനെ, നിനക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഫെലിക്സിൻ്റെ വാക്കുകളെ വകവയ്ക്കാതെ ലോകേഷ് മുന്നോട്ട് നടന്നു നീങ്ങി. കാറിൻ്റെ ബോണറ്റിലേക്ക് ചാരി നിന്നുകൊണ്ട് ഫെലിക്സ് അടുത്ത സിഗരറ്റും ചുണ്ടോടടുപ്പിച്ച് തീ കൊളുത്തി. ലൈറ്ററിൽ കത്തി നിന്ന തീ ഊതി അണച്ചുകൊണ്ട് അവൻ ഉറക്കെ പറഞ്ഞു. അല്ലയോ മാൻപേടേ, ഒടുവിൽ നീ ഈ സിംഹത്തിൻ്റെ മടയിലേക്ക് തന്നെ ഓടിക്കയറി എനിക്ക് ആഹാരമാകാൻ. നായാടാതെ എനിക്ക് നീ ഇരയായിത്തീരാൻ. ഒരട്ടഹാസം പോലെ ആ വാക്കുകൾ അവിടെ മാസകലം മുഴങ്ങിക്കേട്ടു. ആ വാക്കുകളിൽ ഒരു പാവം പെണ്ണിനോടുള്ള പകയുടെ കനലുകൾ എരിയുന്നുണ്ടായിരുന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.